അങ്ങ് ദൂരെ മലനിരകൾക്കിടയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഏലി എന്നൊരു വൃദ്ധ താമസിച്ചിരുന്നു. അവർ ഗ്രാമത്തിലെ നെയ്ത്തുകാരിയായിരുന്നു. പക്ഷേ അവർ നെയ്യുന്നത് തുണികളല്ലായിരുന്നു, മറിച്ച് മനുഷ്യരുടെ ജീവിത പുസ്തകങ്ങളായിരുന്നു. ആ ഗ്രാമത്തിൽ ജനിക്കുന്ന ഓരോരുത്തർക്കും ഒരു പുസ്തകമുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ സ്വർണ്ണനൂൽ വെച്ച് ഏലി അത് നെയ്യും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നമ്മൾ പൂർണ്ണ മനസ്സോടെ എപ്പോൾ ജീവിക്കുന്നോ അപ്പോൾ മാത്രമേ ആ നൂലിന് സ്വർണ്ണ നിറം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ചാരനിറമായി മാറും. ഒരിക്കൽ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന സാം ഏലിയുടെ അടുത്തെത്തി അവൻ്റെ ജീവിത പുസ്തകം കാണിച്ചു തരണമെന്ന് ഏലിയോട് ആവശ്യപ്പെട്ടു. ഏലി നൽകിയ പുസ്തകം സന്തോഷത്തോടെ തുറന്നു നോക്കിയ സാം ഞെട്ടിപ്പോയി. പുസ്തകത്തിലെ പേജുകളെല്ലാം ചാരനിറത്തിലിരിക്കുന്നു. അവിടെ ഇവിടെയായി മാത്രം ചില സ്വർണ്ണ നൂലുകൾ. അയാൾക്കത് വിശ്വസിക്കാനായില്ല. എന്താണിത് ഏലി? ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും എന്റെ ജീവിത പുസ്തകം മാത്രം എന്തേ ഇങ്ങനെ മങ്ങിയിരിക്കുന്നു? ഏലി ഒരു പേജ് തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ സഹോദരിയുടെ കല്യാണ ദിവസമാണ്. അന്ന് നീ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സിൽ മുഴുവനും ബിസിനസ് കണക്കുകൾ മാത്രമായിരുന്നു. നിന്റെ മനസ്സ് അവിടെ ഇല്ലാതിരുന്നതിനാൽ ആ ദിവസം നിന്റെ പുസ്തകത്തിൽ മങ്ങിപ്പോയി. സാമിന് അവൻ്റെ തെറ്റ് മനസ്സിലായി. പണം സമ്പാദിക്കുന്ന തിരക്കിൽ തൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളൊന്നും അയാൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അയാൾ നാളെയെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു. ദുഃഖിതനായ സാം തൻ്റെ മങ്ങിയ പുസ്തകത്തിലെ നിറം മാറ്റാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഏലിയോട് ചോദിച്ചു. തീർച്ചയായും സാം, ഇനി വരുന്ന നിമിഷങ്ങൾ വെറുതെ കളയരുത്. ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അറിയുക. മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ അത് ആസ്വദിക്കാം. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് സ്നേഹത്തോടെ കേൾക്കുക. ഇപ്പോൾ എന്ന നിമിഷത്തിൽ ജീവിക്കുക. ഏലിയുടെ വാക്കുകൾ സാമിന് തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ഫോണിലോ ടി വിയിലോ ആയിരിക്കും നമ്മൾ. ഭക്ഷണത്തിൻ്റെ രുചിയോ മണമോ അറിയാതെ നാം അത് കഴിച്ചു തീർക്കുന്നു. യാത്ര ചെയ്യുമ്പോഴാണെങ്കിലോ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ നാം ഹെഡ്സെറ്റും വെച്ച് മറ്റൊരു ലോകത്തായിരിക്കും. പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ പലപ്പോഴും മറ്റെവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് കൂട്ടുകാരെ? ചെയ്യുന്ന ജോലി എന്ത് തന്നെ ആയിക്കോട്ടെ, പഠനമോ ഓഫീസിലെ ജോലിയോ വീട്ടുകാര്യങ്ങളോ, അതിന് പൂർണ്ണ ശ്രദ്ധ നൽകുക. കാരണം ഇന്നലെ കഴിഞ്ഞു പോയി, നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ നിമിഷം, അതാണ് ഏറ്റവും വലിയ സമയം. ഈ നിമിഷം പൂർണ്ണ സന്തോഷത്തോടെയും പൂർണ്ണ ശ്രദ്ധയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.